നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സമയമാണ് മനുഷ്യൻ്റെ ഏറ്റവും വിലയേറിയ സ്വത്ത്. നഷ്ടപ്പെട്ട സമയം ഒരിക്കലും തിരിച്ചു കിട്ടില്ല. മറ്റ് പലതും നഷ്ടപ്പെട്ടാലും വീണ്ടെടുക്കാൻ കഴിയും. എന്നാൽ നഷ്ടപ്പെട്ട ഒരു നിമിഷവും വീണ്ടെടുക്കാൻ കഴിയില്ല. സമയത്തിൻ്റെ മൂല്യം തിരിച്ചറിയുക അത്ര എളുപ്പമല്ല. അനുഭവത്തിലൂടെ മാത്രമേ സമയത്തിൻ്റെ വിലയറിയുവാൻ സാധിക്കുകയുള്ളൂ. പരീക്ഷയ്ക്ക് തോറ്റ ഒരു വിദ്യാർത്ഥിയോട് ചോദിച്ചാൽ ഒരു വർഷത്തിൻ്റെ വിലയറിയാം. പ്രസവ സമയം തികയുന്നതിന് ഒരു മാസം മുൻപ് തന്നെ ചാപിള്ളയെ പെറ്റ ഒരു സ്ത്രീയോട് ചോദിച്ചാൽ ഒരു മാസത്തിൻ്റെ വിലയറിയാം. വൈകിയെത്തിയത് കാരണം ട്രെയിനിൽ കയറാൻ കഴിയാതിരുന്ന യാത്രക്കാരനോട് ചോദിച്ചാൽ ഒരു മിനിറ്റിൻ്റെ വിലയറിയാം. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളോട് ചോദിച്ചാൽ ഒരു സെക്കൻഡിൻ്റെ വിലയറിയാം. അങ്ങനെ സമയത്തിൻ്റെ മൂല്യം ശരിയായി മനസ്സിലാക്കിയാൽ നമ്മൾ ഓരോ നിമിഷത്തെയും ഒരു അമൂല്യ നിധി പോലെ സൂക്ഷിച്ച് ചിലവഴിക്കും. ഈശ്വരാന്വേഷകർക്ക് ഓരോ നിമിഷവും അമൂല്യമാണ്. പക്ഷേ നമ്മളിൽ മിക്കവർക്കും ജീവിതത്തിൻ്റെ അന്ത്യനിമിഷം വന്നു ചേരുമ്പോൾ മാത്രമേ സമയത്തിൻ്റെ വില മനസ്സിലാകൂ എന്നാണ് മഹാത്മാക്കൾ പറയുന്നത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ദക്ഷിണാമൂർത്തി സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം. വിശ്വം ദർപ്പണദൃശ്യമാനനഗരീതുല്യം നിജാന്തർഗതം പശ്യന്നാത്മനി മായയ ബഹിരിവോദ്ഭൂതം യഥാ നിദ്രയാ യഃ സാക്ഷാത് കുരുതേ പ്രബോധസമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. വിശ്വം ദർപ്പണദൃശ്യമാനനഗരീതുല്യം നിജാന്തർഗതം പശ്യന്നാത്മനി മായയ ബഹിരിവോദ്ഭൂതം യഥാ നിദ്രയാ യഃ സാക്ഷാത് കുരുതേ പ്രബോധസമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. അജ്ഞാനാന്ധകാരത്തെ നീക്കുന്നയാളാണ് ഗുരു. വ്യക്തമായി പറയുന്നതാരോ അയാൾ ഗുരു. സാക്ഷാത്കാരം അല്ലെങ്കിൽ സ്വാനുഭൂതി സമ്പന്നന് മാത്രമേ വ്യക്തമായി പറയാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ സംശയരഹിതമായ ജ്ഞാനം ആർക്കുണ്ടോ അയാൾക്കേ വ്യക്തമായി പറയാൻ കഴിയൂ. അങ്ങനെയുള്ള ഗുരുമൂർത്തി ഭാവം വിവരിക്കുന്ന ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലെ 1-ാം ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്.
ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരകൃതികളിൽ ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ദക്ഷിണാമൂർത്തി അഷ്ടകം എന്നാണ് പ്രസിദ്ധമായ പേര്. എന്നാൽ ഇതിൽ 10 ശ്ലോകങ്ങൾ കാണുന്നുണ്ട്. ഈ 10 ശ്ലോകങ്ങളും തന്നെ പ്രാചീനങ്ങളാണ്. അഷ്ടകം എന്നുള്ള പേരെങ്ങനെയോ തെറ്റായി വന്നു ചേർന്നതാണെന്ന് വിചാരിക്കാനേ തരമുള്ളൂ. സ്തോത്രത്തിൽ 10 ശ്ലോകങ്ങൾ ഉള്ളതുകൊണ്ട് വാസ്തവത്തിൽ അത് അങ്ങനെ ശ്ലോകസംഖ്യ പറയണമെങ്കിൽ ദശകം എന്നാ പറയേണ്ടത്, ദക്ഷിണാമൂർത്തി ദശകം എന്നാ പറയേണ്ടത്. എന്നാൽ ദക്ഷിണാമൂർത്തി അഷ്ടകം എന്ന് പേരുണ്ട്. ഈ കൃതിയുടെ ആധികാരികമായ മാനസോല്ലാസ വാർത്തികം സുരേശ്വരാചാര്യസ്വാമികൾ രചിച്ചു. ആ മാനസോല്ലാസ വാർത്തികത്തിൽ ഈ 10 ശ്ലോകങ്ങളും എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 10ഉം പ്രാമാണികമാണ് എന്നുള്ളതിൽ സന്ദേഹമില്ല. നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നുകൂടി സൂചിപ്പിക്കട്ടെ, ഒരേ സമയം ഒന്നാന്തരം വേദാന്ത പ്രകരണമാണ്, അതേസമയം ഒരു സ്തോത്രവുമാണ്. ഈ 2 ഭാവങ്ങളും ഇതിൽ നമുക്ക് കാണാം. നോക്കൂ. വിശ്വം ദർപ്പണദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം പശ്യന്നാത്മനി മായയാ ബഹിരിവോദ്ഭൂതം യഥാ നിദ്രയാ യഃ സാക്ഷാത് കുരുതേ പ്രബോധസമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. വിശ്വം ദർപ്പണദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം പശ്യന്നാത്മനി മായയാ ബഹിരിവോദ്ഭൂതം യഥാ നിദ്രയാ യഃ സാക്ഷാത് കുരുതേ പ്രബോധസമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. തസ്മൈ ശ്രീഗുരുമൂർത്തയേ ശ്രീദക്ഷിണാമൂർത്തയേ ഇദം നമഃ. ഇദം നമഃ, ഈ നമസ്കാരം, ഇതാ ഈ നമസ്കാരം സമർപ്പിക്കുന്നു എന്നർത്ഥം. ആർക്കായിട്ട് ഈ നമസ്കാരം സമർപ്പിക്കുന്നു? ശ്രീ ഗുരുമൂർത്തയേ തസ്മൈ, ആ ഗുരുമൂർത്തിക്കായിക്കൊണ്ട്, ശ്രീ ഗുരുമൂർത്തിക്കായിക്കൊണ്ട്. ഗുരു മൂർത്തിമത് ഭാവത്തെ പ്രാപിച്ചവൻ അഥവാ ഗുരുവിൻ്റെ മൂർത്തിയായി വന്നവൻ ഗുരുമൂർത്തി. എങ്ങനെയുള്ള ഗുരുമൂർത്തി? ശ്രീ ദക്ഷിണാമൂർത്തയേ നമ, ശ്രീ ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം. ഈ കൃതിയിൽ എല്ലാ ശ്ലോകങ്ങളിലും തന്നെ ആവർത്തിക്കുകയാണ് തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ എന്നുള്ളത്. 4ാമത്തെ പാദം എല്ലാ ശ്ലോകങ്ങളിലും ഇതുതന്നെയാണ്. നമ, നമസ്കാരം. നമിക്കുന്നത് സമ്പൂർണ്ണ സമർപ്പണമാണ്. തൻ്റെ അഹങ്കാരവും മമത്വവും തന്നിലെ എല്ലാ ഗുണദോഷങ്ങളും ഭഗവത് പാദത്തിൽ, ഗുരുപാദത്തിൽ സമർപ്പിക്കുകയാണ്. അങ്ങനെയുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ഭാവമാണ് നമ എന്നുള്ളതിൽ. ഇതാ നമസ്കരിക്കുന്നു, ഇദം നമഃ, ഇപ്രകാരം നമസ്കാരം, ഈ നമസ്കാരം. അതിനെ കൂട്ടിച്ചേർത്ത് നമ്മൾ മനസ്സിലാക്കണം സമർപ്പിക്കുന്നു എന്ന്. ആർക്ക്? ശ്രീ ഗുരുമൂർത്തയെ, ഗുരുമൂർത്തിക്കായിക്കൊണ്ട്.
ഗുരു അജ്ഞാന അന്ധകാരത്തെ നീക്കുന്നവനാണ്. അജ്ഞാനമാണ്, അന്ധകാരമാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. സംസാരത്തിൻ്റെ മൂലം അജ്ഞാനമാണ്, അന്ധകാരമാണ്. അന്ധകാരത്തിൽ നമ്മളൊന്നും തിരിച്ചറിയുന്നില്ല, തിരിച്ചറിവില്ലായ്മയാണ്. അതിൻ്റെ ഫലമായിട്ട് എന്തെല്ലാം ചിത്തദോഷങ്ങളുണ്ടോ അതെല്ലാം വരികയാണ്. എന്തെല്ലാം ബന്ധനങ്ങളുണ്ടോ അവയെ മുഴുവൻ നമ്മൾ ഏറ്റുവാങ്ങുകയാണ്. ഈ അന്ധകാരത്തെ നീക്കുന്നവൻ, അതാണ് ഗുരു ശബ്ദത്തിന് പ്രഥമമായ അർത്ഥം. ഗും രാവയതി ഇതി, അന്ധകാരത്തെ നീക്കുന്നവൻ. മറ്റൊരർത്ഥം വ്യക്തമായി ഉപദേശിക്കുന്നവനെന്നും അർത്ഥമുണ്ട്. ഗൃ വ്യക്തായാം വാചി എന്നുള്ള ധാതുവിൽ നിന്ന് ഗുരു ശബ്ദം സിദ്ധമാക്കുമ്പോൾ വ്യക്തമായി ഉപദേശിക്കുന്നവനെന്ന് അർത്ഥം വരും. ആർക്കാണ് വ്യക്തമായി ഉപദേശിക്കാൻ കഴിയുക? സാക്ഷാത്കാര സമ്പന്നന് മാത്രം, അനുഭൂതി സമ്പന്നന് മാത്രം. ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നമുക്ക് പുസ്തകങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ഉപദേശം കൊടുക്കാൻ കഴിയും, സംശയമില്ല. പക്ഷേ ആ ഉപദേശങ്ങളിലൊക്കെ സംശയങ്ങൾ വരാം, ശേഷിക്കാം. യാതൊരു സംശയവുമില്ലാതെ വ്യക്തമായി ഉപദേശിക്കാൻ കഴിയണമെങ്കിൽ ഏത് വിഷയമാണോ ഉപദേശിക്കുന്നത് അത് തൻ്റെ അനുഭവത്തിലുള്ളതായിരിക്കണം. സ്വാനുഭവത്തിൽ പിന്നെ സംശയമില്ല. അങ്ങനെ സ്വാനുഭൂതി സമ്പന്നതയിൽ നിന്നുകൊണ്ട് വ്യക്തമായി ഉപദേശിക്കുന്നവനാണ് ഗുരു. അങ്ങനെയുള്ള ഗുരു മൂർത്തിഭാവത്തെ പ്രാപിച്ചതാണ് ഗുരുമൂർത്തി. ഗുരുവിൻ്റെ മൂർത്തി, മൂർത്തി ശരീരം. അപ്പോൾ ശരീരത്തോടു കൂടി ഗുരുനാഥൻ നമ്മുടെ മുമ്പിൽ പ്രകടനായിരിക്കുക, അതാണ് ഗുരുമൂർത്തി. ആ ഗുരുമൂർത്തിക്ക് ആയിക്കൊണ്ട് നമസ്കാരം. എങ്ങനെയുള്ള ഗുരുമൂർത്തിക്ക് നമുക്ക് തുടർന്ന് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. തുടർന്ന് സനാതനധർമ്മം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമ്മൾ എത്ര കേട്ടാലും മതി വരാത്ത, എത്ര കേട്ടാലും നമുക്ക് ആനന്ദത്തെ നൽകുന്ന ഭക്തന്മാരായിരിക്കുന്നവർക്കെല്ലാം കേൾക്കുന്ന മാത്രയിൽ ശ്രവണേന്ദ്രിയത്തിന് ആനന്ദം, കാണുന്ന മാത്രയിൽ നയനേന്ദ്രിയത്തിന് ആനന്ദം, ഇങ്ങനെയെല്ലാം ആനന്ദത്തെ നൽകുന്നതായിരിക്കുന്ന ഭഗവത് അവതാരത്തിൻ്റെ മുമ്പുള്ള ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അവതാരം വരാൻ പോകുന്ന സമയമാണ് ഇപ്പം. അപ്പോൾ തീർച്ചയായും നാം എല്ലാം മനസ്സിനെയും ഇന്ദ്രിയങ്ങളുടെ വ്യാപാരത്തെയൊക്കെ നിയന്ത്രിച്ച് ആ ഭഗവത് അവതാര സങ്കല്പത്തിൽ മാത്രം നിർത്തുക, ഭഗവാനിൽ മാത്രം മനസ്സ് നിർത്തുക, ശ്രദ്ധയൂന്നുക. എത്രയോ ഒരു പുണ്യമാണ് നമുക്കൊക്കെ. ഇങ്ങനെയൊക്കെയുള്ള ക്ലാസ്സുകൾ കേൾക്കുമ്പം നമുക്ക് കിട്ടുന്ന ആനന്ദം അനിർവചനീയമാണ്. കാര്യം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് അത്രയും ആരെക്കുറിച്ചാണ്? ഭഗവാനെക്കുറിച്ചാണ്. ഇവിടെ ബുദ്ധിക്കല്ല പ്രാധാന്യം, ചിന്തകളെ നിയന്ത്രിക്കുന്നിടത്താണ് പ്രാധാന്യം. ഭക്തിയിലെപ്പോഴും ചിന്തയുടെ നിയന്ത്രണം ആവശ്യമാണ്. ഒരാൾ ശാസ്ത്രം പഠിക്കുന്നിടത്ത് ആ ശാസ്ത്ര വിഷയത്തെ ചിന്തിക്കുമ്പോഴും മറ്റു വിഷയങ്ങളിലേക്ക് മനസ്സ് പോകാം. പക്ഷേ ഒരു ഭക്തൻ നാമം ജപിക്കുമ്പോൾ ഇതര വിഷയ വ്യാപാരം അവരുടെ നിഷേധമാണ്. എന്തുകൊണ്ട്? ചൊല്ലുന്ന മന്ത്രത്തിൽ ഇരുന്നില്ലെങ്കിൽ അതിന് ഫലമുണ്ടാകുകയില്ല അവനും. എവിടെയാണെങ്കിലും കർമ്മം ചെയ്യുമ്പം ആ കർമ്മത്തിൻ്റെ ഫലം അവർക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഏകാഗ്രതയും മനസ്സംയമനവും ആവശ്യമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് അവതാര ലീലകളെക്കുറിച്ച് എത്ര വർണ്ണിച്ചാലും പറയാനാവാത്ത, 1000 നാവുള്ള അനന്തന് പോലും വർണ്ണിക്കാൻ പറ്റാത്തതായിരിക്കുന്ന ഭഗവത് അവതാര ലീലകൾ ഭക്തിപൂർവ്വം പറയുകയും ഭക്തിപൂർവ്വം കേൾക്കുകയും ചെയ്യപ്പെടേണ്ട ഒന്നാണ്. ഭക്തിയില്ലാത്തവരൊന്നും ഇത് കേൾക്കാനോ പഠിക്കുവാനോ ശ്രമിക്കരുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മനസ്സ് നിർമ്മലമാക്കി വെച്ച് മനസ്സിൽ ദോഷകർമ്മങ്ങളൊന്നുമില്ലാത്തിടത്ത് പ്രതിഫലിക്കുന്ന ഭഗവത് ചൈതന്യം എവിടെയുണ്ടോ അവിടെയാണ് ശ്രീകൃഷ്ണ അവതാരത്തിൻ്റെ മാഹാത്മ്യവും ഉണ്ടാകുന്നത്. അതുകൊണ്ട് പറയുകയാണ് അടുത്ത ശ്ലോകത്തിലൂടെ, നതേ ഭവസ്യേശ ഭവസ്യ കാരണം വിനാ വിനോദം വദ തർക്കയാമഹേ ഭവോ നിരോധ
സ്ഥിതിരപ്യവിദ്യയ കൃതായതസ്ത്വയി അഭയാശ്രയാത്മനി. ഈശ്വര, അല്ലയോ ഭഗവാനെ, എല്ലാവരും എപ്പോഴും ഏത് ആപത്തുകളിലും അറിയാതെ വിളിച്ചു പോകുന്ന നാമമാണ് ഈശ്വര എന്നുള്ളത്. ആ അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താ? പല കാര്യങ്ങൾ കൊണ്ടും നാം വിളിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഒന്ന് സംരക്ഷിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് സംരക്ഷിക്കാൻ കഴിയുന്ന ആളാണെന്ന് ആത്മാവിൽ ഒരു വിശ്വാസമുണ്ട്. ഈശ്വരൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നാമം ജപിക്കുമ്പോൾ തന്നെ ആ ഭഗവാന് നമ്മൾ നാമം ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എവിടെ നിന്നൊക്കെ കിട്ടിയ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ ആ നാമം ജപിക്കുമ്പോൾ തന്നെ ഒരു ശക്തിവിശേഷമുണ്ടെന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമാകുന്നു. ഈശ്വര എന്ന് വിളിച്ചാൽ മതി, ആ ഭഗവാൻ നമ്മെ സംരക്ഷിക്കും. ആ ഭഗവത് കൃപ നമ്മളിൽ ഉണ്ടാകും. ആ ഭഗവത് ചൈതന്യം എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകും എന്ന് നമുക്കൊരു തോന്നലുണ്ടാകും. അതുകൊണ്ട് ഈശ്വര ഈശ്വര എന്ന് ആവർത്തിച്ച് വിളിച്ചോളിൻ. ശ്വാസഗതി എത്ര സഞ്ചരിക്കുന്നു അത്രയും അത് നടക്കട്ടെ. അത്രയും ശ്വാസവും എന്താവും? ശുദ്ധമായിത്തീരും. മനസ്സും നിർമ്മലമായിത്തീരും. ദോഷൈക ദൃക്കുകളൊക്കെ നശിക്കും. പിന്നെയോ ഈശ്വര അഭവസ്യ. ഈശ്വരൻ എപ്പോഴും എന്താണ്? അഭവസ്യനാണ്, ജന്മരഹിതനാണ്. ജനാമരണങ്ങളൊന്നും ഈശ്വരനില്ല എന്നുള്ളത് കൊണ്ടാണ് ഈശ്വരനെ നമ്മൾ അഭയം പ്രാപിക്കുന്നത്. ഈശ്വരൻ ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. ജനിക്കുന്നതാണ് ഈ ശരീരം മാത്രമാണ്. ഈ ശരീരം ഉണ്ടാകുന്നു, ഇത് നശിക്കുന്നു. ഇതുപോലുള്ള സ്ഥൂല രൂപത്തിൽ കാണപ്പെടുന്ന എല്ലാം ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ ഈശ്വരൻ എന്താണ്? ഉണ്ടാകുന്നുമില്ല, നശിക്കുന്നുമില്ല, ജന്മരഹിതനായിരിക്കുന്ന ഈശ്വര, തേ അങ്ങയ്ക്ക് ഭവസ്യ ജന്മത്തിന് കാരണം ഹേതു എന്താണ്? ജന്മരഹിതനായ അങ്ങയ്ക്ക് ശരീരം എടുക്കേണ്ടി വന്നു. എന്താണ് ഇതിൻ്റെ കാരണം? വിനോദം വിന, ലീലയെ കൂടാതെ. ലീല അല്ലാണ്ട് പിന്നെ എന്ത് പറയാനായത്? മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ലീലയാണ്, ഭഗവാന്റെ ലീല. ഭഗവത് ഭക്തന്മാരുടെ പ്രാർത്ഥന കൊണ്ട് അവരെ അനുഗ്രഹിക്കാനായിട്ട് ക്ലേശങ്ങൾ അത്രയും വളരെയധികം ക്ലേശങ്ങളാണ് ഭഗവാൻ കൃഷ്ണൻ അനുഭവിച്ചിട്ടുള്ളത്. അതെല്ലാം ഭക്തന്മാർക്ക് വേണ്ടി വളരെ അനായാസമായിട്ട് ഭഗവാൻ അതെല്ലാം ചിരിച്ചുകൊണ്ട് അനുഭവിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഭാഗവതത്തിൽ വർണ്ണിക്കുന്നത്. അപ്പം അങ്ങനെ ലീലയോ കൂടെ എന്നാ തർക്കയാമഹേ, ഞങ്ങൾ ഊഹിക്കുന്നില്ല. അല്ലയോ ഭഗവാനെ, ഇത് ലീലയാണ്. ഭഗവാൻ ഈ ശരീരത്തെ എടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലീലയാണ് ഇതെന്നുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ അല്ലാതെ ഞങ്ങളൊന്നും ഊഹിക്കുന്ന ഏതഹ എന്തുകൊണ്ടെന്നാൽ സന്തോഷം, അഭയാശ്രയ, അഭയസ്ഥാനമായിട്ടുള്ളവനാണ് ആര്? ഭഗവാൻ. എല്ലാവർക്കും അഭയസ്ഥാനം നൽകുന്ന ആരാണ്? ഭഗവാനാണ്. ആത്മനി, ജീവാത്മാവിൽ ഭവക ജന്മവും നിരോധ മരണവും സ്ഥിതി അഭി ഇരിപ്പും തൊയ് നിന്തിരുവടിയിൽ അവിദ്യ കൊണ്ട് അജ്ഞാനം കൊണ്ട് കൃതഹസ കൃതങ്ങളാകുന്നു. ഇതെല്ലാം അല്ലയോ ഭഗവാനെ അങ്ങയ്ക്ക് യാതൊരു സംബന്ധവുമില്ല. അജ്ഞാനികളായ ആളുകളുടെ ആരോപണം മാത്രമാണ് ഇതെല്ലാം. ജ്ഞാനമുള്ളവർക്കൊന്നും ഈ വക ദോഷങ്ങളൊന്നും ഇല്ല. അവർ ചിന്തിക്കുന്നേ ഇല്ല. എന്തുകൊണ്ട്? അവർ ചിന്തിക്കുന്ന അത്രയും ജന്മരഹിതനായിരിക്കുന്ന ഭഗവാനെക്കുറിച്ച് മാത്രമാണ്. ഇവിടെ അങ്ങയ്ക്ക് ഈ ജന്മത്തിന് കാരണഹേതുവായിരിക്കുന്ന വെറും ലീലയാണെന്ന് ജ്ഞാനികളായിട്ടുള്ള ഭഗവത് അനുഗ്രഹം കിട്ടിയിട്ടുള്ള ആളുകൾ വിചാരം ചെയ്യുന്നു. പിന്നെയോ നിന്തിരുവടിയിൽ അവിദ്യ കൊണ്ടാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുമ്പോഴും അവിദ്യ കൊണ്ടാണ് ഇതെല്ലാം എന്നുള്ള കാര്യം ഓർമ്മയിൽ വയ്ക്കുക. എന്നുള്ള കാര്യങ്ങൾ ഓർമ്മയിൽ വെച്ചുകൊണ്ട് നമ്മളിലുള്ള ദോഷൈക ദൃക്കുകളെല്ലാം പോയി ജനനമില്ലാത്തവനാണെങ്കിൽ കൂടിയും ഭക്തന്മാരെ പരിപാലിക്കുന്നതിന് ആയിട്ട് സത്വരജോസ്തമോ ഗുണങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഭഗവാൻ ഇവിടെ അവതരിക്കും എന്നുള്ള കാര്യം, അവതരിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. അത് ഭഗവാന്റെ ലീലയാണെന്നുള്ള കാര്യവും ഭാഗവതത്തിൽ വെളിപ്പെടുത്തുന്നു. ആ ലീല വിനോദനായിരിക്കുന്ന ഭഗവാനെ നമുക്ക് സ്തുതിക്കാം. നമുക്കും അതുപോലെ ഈ ജനന മരണങ്ങളില്ലാത്തൊരവസ്ഥ പ്രാപിക്കുവാൻ, അത്യന്ത സുഖത്തെ പ്രാപിക്കുവാൻ സാധിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കാം. നമസ്കാരം. ഇനി ദീപാരാധനയാണ്.
ആഴ്ചവ്രതങ്ങളിൽ ബുധനാഴ്ച വ്രതം എടുക്കുന്നവർ ധാരാളമുണ്ട്. വിദ്യാതടസ്സവും വ്യാപാര തടസ്സവും മാറിക്കിട്ടാനാണ് ബുധനാഴ്ച വ്രതം എടുക്കുന്നത്. മറ്റ് വ്രതവിധികൾ തന്നെയാണ് ഇതിനും. കൃഷ്ണമന്ത്രം ജപിക്കുന്നതും ശ്രീകൃഷ്ണസ്വാമി ദർശനവും നല്ലതാണ്. ഇന്നത്തേക്ക് മംഗളാരതി തൊഴുതു മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.